വലിയ മുന്നേറ്റം സംസ്ഥാനത്തുടനീളം എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം നഗരസഭകൾ വെച്ച് നോക്കുമ്പോൾ UDF ആണ് കൂടുതൽ നഗരസഭകളിലും LDFിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ സ്ഥിതി വ്യത്യസ്തമായിരിക്കും. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിൽ UDFന് തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ചിത്രമായി തന്നെ മാറുകയാണ്. അതിൽ കോട്ടയവും ഇടുക്കിയും ഒക്കെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് UDF വന്നിരിക്കുകയാണ്. അത് നിസ്സാരമല്ല, വലിയ രീതിയിലുള്ള വ്യത്യാസം പോലും ഇക്കാര്യത്തിൽ വരികയാണ്. വയനാട് കഴിഞ്ഞ തവണ ടൈ ആയിരുന്നു, പക്ഷേ ഇത്തവണ UDFിന്റെ വ്യക്തമായ ആധിപത്യം. കാസർഗോഡും അതേ രീതിയിൽ, എറണാകുളത്ത് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ ശക്തി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് വലിയ മുന്നേറ്റം UDFന് ഉണ്ടാവുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് UDFന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ബാക്കി മിക്കയിടങ്ങളിലും കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റം LDFന് കിട്ടുമെന്ന് പ്രതീക്ഷയെടുത്താണ് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കോർപ്പറേഷനിൽ പോലും പോകുന്നത്. അതുമാത്രമല്ല, നഗരസഭകളിൽ 3 നഗരസഭകളിലും LDF ലീഡ് ചെയ്യുന്നു എന്ന് വെച്ച് അത് ഏകപക്ഷീയമായ മുന്നേറ്റമല്ല. അത് മാത്രമല്ല, പുനലൂർ നഗരസഭയിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. അവിടെ LDFന് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും മുന്നേറാനായിട്ട് കഴിയുന്നുണ്ട്, പരവൂരിലും മുന്നേറാൻ LDFന് കഴിയുന്നുണ്ട്. എങ്കിലും അതൊരു ഏകപക്ഷീയമായ മുന്നേറ്റം പോലുമല്ല. അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പോലും UDFന് അല്ലേ രീതിയിലേക്ക് വന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്തുകൾ 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിൽ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലാ പഞ്ചായത്തുകളിൽ 2ഇടത്ത് മാത്രമായിരുന്നു ആധികാരികമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് സാധിച്ചത്. പക്ഷേ ഒരു ജില്ലാ പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നു. അങ്ങനെ 3, അതായത് 11-3 എന്നതായിരുന്നു 2020 കണക്കെങ്കിൽ ഇത്തവണ അത് 7ലേക്കെങ്കിലും ഉയർത്താൻ പറ്റുമെന്ന വലിയ ആത്മവിശ്വാസം ജില്ലാ പഞ്ചായത്തുകളിൽ UDF പ്രകടമാക്കിയിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനത്തിലേക്ക് പോകുമോ എന്ന്